നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഒരു മീൻ കറിയാണ്. മീൻ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ രീതിയിലുള്ള മത്തിക്കറി. പക്ഷെ മത്തിക്കറി എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് തേങ്ങ അരച്ച് വെക്കുക എന്നുള്ളതാണ്. മല്ലിയും മുളകും എല്ലാം ചേർത്തിട്ട് തേങ്ങ അരച്ചാണ് മത്തിക്കറി ഉണ്ടാക്കുക. മത്തി അല്ലെങ്കിൽ ചാള കേട്ടോ, ഞങ്ങളുടെ ഇവിടെ ചാള എന്ന് പറയുന്നു. പക്ഷെ പൊതുവെ മത്തി എന്നാണല്ലോ അറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ മത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബാച്ചിലേഴ്സിനൊക്കെ കുക്ക് ചെയ്യാൻ എളുപ്പത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ് അത്രയ്ക്ക് അങ്ങോട്ട് തിക്കായിരിക്കില്ല. നമ്മൾ തേങ്ങ അരച്ച് ചെയ്യുന്ന പോലെ തിക്കായിരിക്കില്ലെങ്കിലും അതിന് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടി വന്നിട്ട് വേറൊരു ഇത്തിരി വ്യത്യസ്തമായ ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് കുടംപുളിയൊക്കെ ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. അതുപോലെ തന്നെ നമ്മുടെ പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു മത്തിക്കറി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളും. മത്തി എപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് വാട്സാപ്പ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ മത്തി തേങ്ങാപ്പാൽ ഒഴിച്ച് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച മത്തിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 കിലോയിൽ മേലെ മീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്, 7-8 ഉള്ളി ഉണ്ട്, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വയ്ക്കണം. പിന്നെ പൊടികളൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കറി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ കറിക്ക് ഏറ്റവും കുറവ് മതി കേട്ടോ എണ്ണ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മീൻ കറിയിൽ കടുക് ചേർക്കുന്ന ആളുകളാണെങ്കിൽ കടുക് ചേർക്കാം. ഞങ്ങളിവിടെ മീൻ കറിയിൽ കടുക് ചേർക്കാറില്ല. ഞാനിപ്പോൾ ഒരു 6-7 ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവയൊന്ന് കുക്കായി വരട്ടെ. ഒരുപാടങ്ങ് കളർ മാറി പുകഞ്ഞു പോകേണ്ട, ഒന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവ ഇപ്പോൾ ഒന്ന് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. വല്ലാതെ അങ്ങോട്ട് ഉലുവ പൊട്ടി വരുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പീസ് ഇഞ്ചി ഉണ്ടായത് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് 3-4 പീസായിട്ടൊന്ന് മുറിച്ചെടുത്തു. ഉള്ളി ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒന്നും കളറ് മാറേണ്ട. ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ വലിയ മീനുകളിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് മീൻ വറ്റിച്ച് വെച്ചിട്ട് അടുത്ത ദിവസം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുകയായിരിക്കും ടേസ്റ്റ് കിട്ടോ. വലിയ മീനുകളാണെങ്കിൽ, ഇതുപോലെയുള്ള ചെറിയ മീനുകളാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കറക്റ്റായിട്ട് ആ മീനിലേക്ക് എരിവും ഉപ്പും പുളിയും എല്ലാം പിടിച്ചു വന്നോളും. വലിയ മീനുകളാകുമ്പോൾ ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസം വറ്റിച്ച് വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉള്ളി വളരെ കുറച്ച് മാത്രം മതി, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇനി ചതച്ചൊന്നും ചേർക്കില്ല. ഉള്ളി ഇതുപോലെ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി, നന്നായിട്ട് ബ്രൗൺ ആവേണ്ട. ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മീൻ കറി ഉണ്ടാക്കുമ്പോൾ കമൻറ്റ്സ് തരാറുണ്ട്, മല്ലിപ്പൊടി മീൻ കറിയിൽ ചേർക്കുമോ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ മല്ലിപ്പൊടി ചേർക്കും കേട്ടോ മീൻ കറിയിൽ. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മുടെ ഒരു ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പൊടികളൊന്നിനി കുക്കായി വരട്ടെ. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത മീൻ കറികൾ അധിക ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായി പോകും. 2 ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മീൻ കറികൾ വയ്ക്കുമ്പോഴാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി മീൻ കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ പൊടികൾ ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് കുക്കായി വരും. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിലല്ല. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ഈ തക്കാളി ഒന്ന് മുറിച്ച് ചേർക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത മീൻ കറി ആകുമ്പോൾ നമ്മൾ
രാവിലെയാണ് മീൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ആകുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് കൂടുതൽ എപ്പോഴും കറി മോശമായി പോവാതിരിക്കാൻ വേണ്ടി നല്ലത്. അപ്പോൾ ഈ തക്കാളിയുടെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. ഞാനിപ്പോൾ ഒരു തക്കാളിയെ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടംപുളി കുറച്ച് 2-3 പീസ് വെള്ളത്തിലിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കുടംപുളി കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ തക്കാളി 2-3 ചേർക്കാം. ഇനി തക്കാളിയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി വരുന്നുണ്ട്. ആ പൊടികളുടെ സ്മെല്ലൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2 പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ആഡ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ മുഴുവനായിട്ട് കുക്കായി കിട്ടാനാണ് നമ്മൾ ഈ 2 പാൽ കുറച്ച് ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. വീണ്ടും ഇതുപോലെ 1-2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പൊടികൾ കുക്കാവും. ഇത് നമ്മൾ മസാലക്കറികൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ വറ്റി വീണ്ടും കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നമുക്ക് ഇടയ്ക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ചേർക്കുകയാണ്. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് നമ്മുടെ മീൻ വേവുന്നത്. അപ്പോൾ വലിയ മത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് 2ആയിട്ട് കുറുകെ മുറിച്ചെടുക്കാം. ചെറിയ മത്തിയാവുമ്പോൾ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഉപ്പും എരിവും എല്ലാം നോക്കിയിട്ട് മീൻ ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കുകയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് മാത്രം ലാസ്റ്റ് മീൻ ആഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങുന്നുണ്ട്. ഞാൻ ഇതിലേക്കൊരു 3 പീസ് കുടംപുളി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പുളി എത്ര വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം. ഈ കുടംപുളിയും കൂടി ചേർന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. പുളി കുറവാണെങ്കിൽ വീണ്ടും കുടംപുളി ചേർക്കാം. ഇല്ലെങ്കിൽ തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. പുളിയും എരിവും എല്ലാം ഉണ്ട്. ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ മീൻ ഇങ്ങനെ വരയണം എന്നുണ്ടെങ്കിൽ വരയാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ മീനായതുകൊണ്ട് വരഞ്ഞിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 12 മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോയ്ക്ക് ഏകദേശം അടുത്ത് വരും. 1/2 കിലോ തികച്ചുണ്ടാവില്ല. അപ്പോൾ ഇനി ഈ മീനൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മളിപ്പോൾ ഇനി ഇളക്കി കൊടുക്കരുത്. നന്നായിട്ട് തിള വരട്ടെ. ഇപ്പോൾ നമ്മുടെ മീൻ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഇളക്കി കൊടുക്കരുത്. ചട്ടി മാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിനി കുക്ക് ചെയ്യാൻ പോകുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകി വരും. അപ്പോൾ എനിക്കിതിപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലാണ് ഈ ഒരു മീൻ കറി വേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വറ്റിക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 പിഞ്ച് നമ്മുടെ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നത് ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1/4 പാൽ കുറച്ച് മതി കേട്ടോ, അധികം വേണ്ട. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഒരുപാട് അങ്ങ് തിളയ്ക്കണ്ട. ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതിൽ വെളിച്ചെണ്ണയൊന്നും ഇനി ഒഴിക്കണ്ട കേട്ടോ. ഇനി ഇതൊന്ന് പതുക്കെ ചട്ടി ചുറ്റിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ നമ്മുടെ തേങ്ങയുടെ 1/4 പാൽ ചൂടായി വന്നോളും. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയി കഴിഞ്ഞു. ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മീനിലേക്ക് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മീൻ കറി റെഡി ആക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷം യൂസ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് പുളിയും
ഉപ്പും എരിവും എല്ലാം മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മീനാണെങ്കിലും ഉടഞ്ഞു പോവാതെയാണ് നമുക്ക് കുക്കായി കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഈസി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ മത്തിക്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മീൻ കറി ഇതാ ചൂടൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, തേങ്ങാപ്പാലൊക്കെ കുറുകി തിക്കായി വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ, അധികം എണ്ണ വേണ്ട. തേങ്ങാപ്പാലിലുള്ള ആ ഒരു എണ്ണയും കൂടി വരുമ്പോൾ കറക്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നോളും. ഇത് കണ്ടോ, നമ്മുടെ ഉടഞ്ഞു പോവാത്ത ചാളയും ഉടഞ്ഞു പോവാത്ത തക്കാളിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.